ഇന്ന് നമ്മൾ ലഞ്ചിന് എല്ലും കപ്പയാക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ആദ്യം എല്ല് മേടിച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്ത് അടുപ്പേ വെച്ച് തിളപ്പിച്ച് അതിൻ്റെ നെയ്യ് ഊറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിത് ഒരു കുക്കറിലോട്ട് മാറ്റുക. കുക്കറിൽ വെച്ചിട്ട് നമ്മൾ വിസിലടുപ്പിക്കാൻ പോവുക വേവിക്കാനായിട്ട്. കുക്കറിനകത്ത് നമ്മൾ മസാലയും കൂടി ഇട്ടാ വെക്കുക. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതിൻ്റെ ഒരു ഹാഫ് പോർഷനും ഇത്രയും കൂടി ഇട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടെ കുക്കറിനകത്ത് ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്കറിനകത്ത് വിസിലടുപ്പിക്കാൻ പോകും. 4 വിസിലാണ് നമ്മൾ അടുപ്പിക്കാൻ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ വിസിലടുപ്പിക്കാൻ വെക്കാം. ഇവനാണ് നമ്മുടെ വീട്ടിലെ പൂച്ച. വേറൊരു പൂച്ചയും കൂടെ ഉണ്ട്. പക്ഷേ അവനെ എപ്പോഴും കാണാൻ കിട്ടാറൊന്നുമില്ല. അവൻ വിശക്കുമ്പോൾ മാത്രം വന്ന് കഴിച്ചിട്ട് പിന്നെ ടൂറും ട്രിപ്പുമായിട്ടൊക്കെ ആയിരിക്കും സാറ്. പിന്നെ വിശക്കുമ്പോൾ മാത്രമേ വീട്ടിലോട്ട് വരാം. നമ്മുടെ എല്ല് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 5 വിസിലാണ് അടുപ്പിച്ചത്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് സവാള വഴറ്റാൻ പോവുകയാണ്. കറിവേപ്പില പറിക്കാൻ വന്നതാണ്. ഇലയൊക്കെ വളരെ മോശമാണ്. എന്നിട്ട് നമ്മൾ പാനിനകത്ത് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുവാണ്. അപ്പുറത്ത് നമ്മൾ കപ്പയൊക്കെ പൊളിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയതിനകത്തോട്ട് ഒരു സവാളയും ബാക്കി ഫുള്ള് നമ്മൾ കൊച്ചുള്ളി എടുത്തേക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റുക. എന്നിട്ട് മുമ്പേ ഇട്ട പൊടികളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. ലാസ്റ്റ് ഇട്ടത് കുരുമുളക് പൊടിയാണ്. അത്രയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി ആ മസാലയുടെ പൊടിമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് ഇവിടെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലിനകത്തോട്ടിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് എടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ തക്കാളി ഇടാൻ മറന്നുപോയി. തക്കാളി ഇട്ടില്ലെങ്കിൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കപ്പയും കൂടെ റെഡിയാക്കാനുണ്ട്. കപ്പയ്ക്ക് വേണ്ടുന്ന തേങ്ങയൊക്കെ നമ്മൾ തിരുമ്മി വെച്ചിട്ട് കപ്പ നമ്മുടെ അടുപ്പയിൽ വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തേങ്ങയ്ക്കകത്തോട്ട് കൊച്ചുള്ളി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര സാധനങ്ങൾ ഇട്ടൊന്ന് ചതച്ചെടുക്കും. കപ്പയ്ക്കകത്തൊന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയാൽ കപ്പ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഇളക്കി സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടി കടുക് വറുക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയ്ക്കകത്തോട്ട് കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും അതുപോലെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി അതെന്നിട്ട് കപ്പയ്ക്കകത്തോട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കപ്പ റെഡിയായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. ബായ്.